ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സത്യം പറഞ്ഞാണ്ടല്ലോ, ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അധികം ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് റവ അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം എന്നുള്ളത്. പണ്ടൊക്കെ അമ്മ ഇങ്ങനെ പറയും, അയ്യോ നാളെ എന്തുണ്ടാക്കും, ഇന്ന് കറിക്ക് എന്തുണ്ടാക്കും, അങ്ങനെയൊക്കെ. ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ടെൻഷൻ മനസ്സിലാവണേ. പണ്ടൊക്കെ എന്നോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 100 വട്ടം അമ്മേനെ വിളിക്കും. അമ്മേ, ഉപ്പ് എന്തോരിടണം, മുളക് പൊടി ഇത്ര മതിയോ? അന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ ചിന്തിക്കും, കർത്താവേ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോഴൊക്കെ അമ്മ സ്ഥിരം പറയാറുള്ളൊരു ഡയലോഗുണ്ട്, സമയമാകുമ്പോൾ എല്ലാം തന്നെ പഠിച്ചോളും എന്നുള്ളത്. അന്ന് എനിക്കത് മനസ്സിലായില്ല, പക്ഷേ എനിക്കിപ്പോൾ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ അമ്മയ്ക്ക് എൻ്റേതായ കുറേ റെസിപ്പി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അമ്മ അങ്ങനെ ചെയ്ത് നോക്ക്, അമ്മ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നുള്ളത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ റവ അപ്പം പോലും അമ്മയ്ക്കുള്ള റെസിപ്പി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. അതായത് നമ്മൾ തലേന്ന് രാത്രി അരി അരച്ച് വയ്ക്കേണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യണ്ട. നമുക്ക് ആവശ്യത്തിലുള്ള റവ എടുത്തിട്ട്, ഞാനിവിടെ 2 ഗ്ലാസ് റവ എടുത്തേക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക, പിന്നെ ഷുഗർ ആഡ് ചെയ്യുക 1 സ്പൂൺ, പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അതൊന്ന് അരച്ച് വയ്ക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് 1 അവറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല കുത്തുകുത്തുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ടാറ്റാ, ബൈ ബൈ.